ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നമ്മ സ്റ്റോറിക്ക് പോവാ. ഒരു ഗേൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ പാഞ്ഞുകൊണ്ട് പോയിരുന്നു. അതിനെ പാഞ്ഞുകൊണ്ട് പോയായിരുന്നു. നിൽക്കടി ഇവിടെ, ഞാൻ പിടിക്ക് വരൂ എന്ന് പറഞ്ഞ് ഒറ്റ ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി ഓടിപ്പോയായിരുന്നു. ഇത് കണ്ട് ഹീറോയുടെ ഫ്രണ്ട്സൊക്കെ ചൊടി വരായിരുന്നു. എടി പ്രിയ നിക്കടി, എവിടൊക്കെ ഓടുന്ന, പിടിക്കടി എന്നെ കീർത്തി എന്ന് പറയായിരുന്നു. കീർത്തി പറയായിരുന്നു അപ്പം കീർത്തി ഒരു വില്ലത്തന്നെ ഒരു ചിരിച്ചിരിക്കായിരുന്നു. കിംടായൻ്റെ വീഡിയോ വന്നു പുതിയത് എന്ന് പറയുന്നത്. അങ്ങനെ ഹീറോ സ്റ്റോപ്പ്, എന്തടി പറയണേ കിംടായൻ്റെ വീഡിയോ? അതേ മച്ചി, കിംടായൻ്റെ വീഡിയോ ഒന്ന് നോക്കൂ എന്ന് പറയായിരുന്നു. ഇത് നമ്പിട്ട് പ്രിയ നമ്പി വന്ന് പിടിച്ചിടി ഞാൻ നിന്നെ. കീർത്തി അത് എടി ഞാൻ എന്നോട് എന്താ പറഞ്ഞ, നീ അമ്മയോട് പോയിട്ട് അങ്ങനെ പറഞ്ഞ എന്നെ കീർത്തി വഴക്ക് പറയായിരുന്നു. സോറി മച്ചി, നിൻ്റെ അമ്മ എന്നെ മിരട്ടായിരുന്നു എവിടെയുണ്ട് നീ പറഞ്ഞിട്ട്, എന്നിട്ടിട്ട് നീ പറഞ്ഞു കൊടുത്തത് എന്നെ വാശിപ്പിടിക്കായിരുന്നു. സോറി മച്ചി, നീ അമ്മേൻ്റെ കൂടെ 100 രൂപ മേങ്ങിയായിരുന്നു. അതിന് നീ ചോക്ലേറ്റ് അത് ഇത് പറഞ്ഞ ടീച്ചർ നിൻ്റെ അമ്മ കേട്ടായിരുന്നു. ടീച്ചറിനോട് പോയിട്ട് കേൾക്കുമെന്ന് പറയുമ്പോൾ ഞാൻ സോറിഡി, അത് ഫെസിലിറ്റീസ്ക്ക് വേണ്ടി പണം കൊടുക്കുന്നത് നീ ചുമ്മാ വെറുതെ പറഞ്ഞതാ. ഞാൻ പറഞ്ഞുകൂടി ടീച്ചറോട് കേൾക്കുമ്പോൾ അങ്ങനെ മെറിറ്റ് കേൾക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു എന്ന് പറയുന്നത്. കീർത്തിക്ക് ടെൻഷനായിരുന്നു. ഇനി മേലെ ഇങ്ങനെ ചെയ്യണം. സോറി മച്ചി സോറി, ഇനി ഞാൻ പറയില്ല, ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ രണ്ടുപേരും അമ്മ വിളിക്കാൻ തുടങ്ങി. എടി പ്രിയ, എടി കീർത്തി എന്ന് രണ്ടുപേരും അമ്മ വിളിക്കുക. എടി അമ്മ വിളിക്കുക, പോവാ ശരി എന്ന് പറഞ്ഞ് രണ്ടുപേര് അങ്ങനെ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേര് വന്നു. എന്ത് പറ്റും അമ്മ? രണ്ടുപേര് എന്താ ചെയ്യുന്നത് എന്ന് രണ്ടുപേരും മറട്ടായിരുന്നു. ഇല്ല അമ്മ അത് എന്ന് പറയായിരുന്നു രണ്ടുപേര്. ശരി വാ ഫുഡ് കഴിക്കാം വാ എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഫുഡ് കഴിക്കായിരുന്നു. ഇങ്ങനെ ഇപ്പം നമ്മൾ കീർത്തിനൊക്കെ വീട്. അമ്മ എന്തമ്മ ഇന്ന് കറി? നിനക്ക് ഇഷ്ടപ്പെട്ട കോക്കനട്ട് ചട്നി. താങ്ക് യു മമ്മി എന്ന് പറയുന്നു. പിന്നെ കറിയുണ്ട് മമ്മി, പട്ടാണി. മമ്മി പട്ടാണി? അപ്പം എനിക്ക് മീൻ കുളമ്പ്, മീനിൻ്റെ കറിയാക്കാൻ പറഞ്ഞ. ഇന്നാളാ ഡാഡി മീൻ കൊടുന്നായിരുന്നു, നീ ഒന്ന് വെച്ചിന എല്ലാ കാടിയൊക്കെ വെച്ചിരി, ഒരു മീൻ എനിക്ക് കിട്ടിയില്ല എന്ന് അമ്മ മുറിക്കായിരുന്നു. എത്ര കഷ്ടപ്പെട്ട് ഞാൻ മീനുണ്ടാക്കി വെച്ചാ. നീ മീനുണ്ടാക്കി വെച്ചതിനെ മീൻ വെക്കാം, ഇല്ല കാല് മീനാണ് ഫ്രിഡ്ജിൽ വെച്ച മീൻ അതുകൊണ്ടു. ഇല്ലമ്മ അത് ഞാൻ പൂച്ച കൊടുക്കാം, കഷ്ടപ്പെട്ട് ഞാൻ മീൻ കൊടുന്ന് വെച്ചാൽ ഞാൻ പൂച്ച കൊടുക്കും എന്നും തല്ലായിരുന്നു. അമ്മ സോറി അമ്മ അത് പറയായിരുന്നു. അപ്പം നമുക്ക് പ്രിയനെ നോക്കാം. അമ്മ ഇന്ന് എന്ത് കറി? നിനക്ക് ഇഷ്ടപ്പെട്ട മീൻ്റെ കറി. മമ്മി താങ്ക് യു മമ്മി. അപ്പം മമ്മി എനിക്ക് ഓംലെറ്റ് ഉണ്ട് എന്ന് കേക്ക്. ഇതിനോട്ട് കഴിച്ച് ഹീറോയിനെ മുറിക്കായിരുന്നു. എന്താ മം? ഓംലെറ്റാ? അപ്പോൾ ഇന്നാളെ കൊടുന്ന 4 മുട്ട എവിടെ ഉണ്ടു? അത് മമ്മി പറയടി. 4 മുട്ട ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് വന്ന് നോക്കും, 4 മുട്ടും ഇല്ല, എല്ലാം എവിടെ പോയി? ഇല്ല അമ്മ, എൻ്റെ അനിയന് ഓംലെറ്റാക്കി തിന്ന് എന്ന് പറയാൻ. അനിയനക്ക് അറിയാം പീരായി പെരട്ടി. അനിയന് പാവോടേത് മുറിക്കായിരുന്നു. എന്താ ഞാനാ എപ്പോ എന്നും ഫ്ലാഷ് ബാക്ക് ഓർക്കായിരുന്നു. ചേച്ചി വേണ്ട ചേച്ചി, ഓംലെറ്റ് മുട്ട എടുക്കണ്ട, മമ്മി പറയൂ വേണ്ട എന്ന് പറയായിരുന്നു. പോടാ, എനിക്ക് യോഗട്ട് ചെയ്യണം, അതുകൊണ്ട് ഫേഷ്കൾ നല്ലതാ, പോടാ എന്ന് പറയായിരുന്നു. പറയാം അങ്ങനെ അമ്മ പറയും. ഞാൻ പോടാ അമ്മയോട് പറഞ്ഞ നീ പോയിട്ട് അപ്പുറത്തെ വീട്ട് അങ്കിളിൻ്റെ മോൻ്റെ കൂടെ തല്ലാക്കിയൊരു കാര്യം ഞാൻ പറയൂ. സോറി ചേച്ചി, ഇതാണ് നടന്ന കാര്യം, ഇതാണ് ഫ്ലാഷ് ബാക്ക്. പാവ ഹീറോയിൻ എനിക്കറിയായിരുന്നു എല്ലാത്തിനും കാരണം ഇവള് ദൂരിട്ടിട്ട് നീ മുട്ട എടുത്തോ. ഇല്ലമ്മ ഞാൻ എഗ് എടുത്തിട്ട എന്ന് പറയുന്നു. അപ്പോൾ അമ്മ എല്ലാത്തിനും കാരണം ഇവൾ തന്നെ എന്നാ പറയാം ഒരു വയസ്സ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോയിൻ്റെ അനിയത്തിയായിരുന്നു. എല്ലാത്തിനും കാരണം ഇവളാ, എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഇതാ നോക്ക് എന്ന് പറഞ്ഞ് വീഡിയോ കെട്ടിയായിരുന്നു. ഹീറോയിൻ്റെ അമ്മ വീഡിയോ നോക്കി ഷാക്കായിരുന്നു. എടീ എല്ലാത്തിനും കാരണം നീ, മുട്ട ഓംലെറ്റ് വേണോ? അത് അമ്മ വേണോടി നവട്ടി എന്ന് അട്ടി കൊടുക്കായിരുന്നു. അമ്മ വേണ്ട അമ്മ, തല്ലരുതേ, എനിക്ക് വേദനിക്കുന്നു അമ്മ, ഞാനോ സോറി അമ്മ.
എന്ന് എന്നൊരു വീഡിയോ കാട്ടിയായിരുന്നു. ഇതേത് വീഡിയോ? അപ്പുറത്ത് വീട്ടിൽ ഒരു ബോയ് ഉണ്ടായിരുന്നു. അത് ഹീറോയിനെ പിന്നെ പുറകെ നിൽക്കായിരുന്നു. ഹീറോയ്ക്കുള്ള അവളോട്ടൊരു ചോക്ലേറ്റ് എല്ലാം കൊടുക്കുന്ന കാര്യം ഇതും ഒരു വീഡിയോയിലാക്കി കാട്ടിയിരുന്നു. അമ്മ അവന് നീണ്ട് അവൻ്റെ കൂടെ ആ വീട്ടിൽ ആ ചെക്കൻ്റെ പുറകെ നടക്കും. ഇല്ല മമ്മി അവനാണെങ്കിൽ ലവ് ലെറ്റർ തരാം. ഇനി മേലെ നീ ആ പുറകിൽ പോയാൽ അടി വരും അടി അതിന് അടി ഹീറോയ്ക്ക് അടി കൊടുക്കായിരുന്നു. ഏതൊക്കെ എടി രാശി എനിക്ക് വെച്ചിട്ടുണ്ടി ആപ്പ് എൻ്റെ ഹീറോയ്ക്ക് വയക്കാരിയായിരുന്നു. ശരി ഓക്കെ. ഇങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. നമ്മളിപ്പോൾ കിം ടൈം വീനെ നോക്കാം. വീക്ക് ഒരു ഗേൾ ബേബി ഉണ്ട്. അതെ, വീക്കിൻ്റെ വൈഫ് ഡിവോഴ്സായി. അതുകൊണ്ട് അങ്ങനെ വീക്ക് ഇവിടെ ഒന്ന് ശരിയാവില്ല പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് വന്ന് അങ്ങനെ ട്രിപ്പ് പറഞ്ഞിട്ട് വന്നായിരുന്നു. വീക്ക് ഇങ്ങനെ പ്ലേസ് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ട് വീൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. അതെ, വീൻ്റെ ഫ്രണ്ട് എല്ലാവരും വന്നിരുന്നു. അവർക്ക് ഷൂട്ടിങ്, ഇന്ത്യയിൽ ഷൂട്ടിംഗ് ഉണ്ട്, കേരളത്തിൽ ഷൂട്ടിങ് ചെയ്യാൻ വേണ്ടി ഒരു വീട് എടുത്ത് ഈ ഫോട്ടോ കാണുന്ന വീട്ടിൽ 7 പേര് താമസിക്കാൻ തുടങ്ങി. വീൻ്റെ ബേബി കൂടെ വന്നിരുന്നു. പറയായിരുന്നു അങ്ങനെ വീൻ്റെ ഡാഡി പറയായിരുന്നു. അതെ, വീൻ്റെ ഡാഡിയാണ് ഐഡൽ കമ്പനി വെച്ച് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് വീൻ്റെ പറയായിരുന്നു, ശരിടാ നീ ഇവിടെ താമസിച്ചോ, ഷൂട്ടിംഗ് ആക്കാല്ല ഞാൻ വരാം എന്ന് ഡാഡി പറയായിരുന്നു. അങ്ങനെ ബേബി അവർക്കെല്ലാം റൂമുണ്ട്, വലിയ ഹൗസാണ്, അതിൽ എത്ര വേണം താമസിക്കുക. അങ്ങനെ വീൻ്റെ ഡാഡി പറയുന്നു. അങ്ങനെ ബേബി ഹാപ്പി ആയിട്ട് ബേബി റെഡി ആക്കരുത് തലവറായിട്ട്. നമ്മളെ ഹീറോയിൻ ഞാൻ ഫ്ലവേഴ്സ് എറിഞ്ഞ് ഈ ഫോട്ടോ തമ്മിൽ അതേ ഹീറോയിൻ ഫ്ലവേഴ്സ് എല്ലാം എറിഞ്ഞ് ഇങ്ങനെ പാട്ട് ഡാൻസ് കേൾക്കാറുണ്ട്. ഈ ഫോട്ടോ കാണുമ്പോൾ ഡ്രസ്സ് ഇട്ട് ബേബി അതേപോലെ ഡ്രസ്സ് അങ്ങനെ ഇട്ട് ഇവരോട് സംസാരിക്കുന്ന ജനലിൽ നോക്കുമ്പോൾ ഒരു വോയിസ് കേൾക്കായിരുന്നു. ബേബി പറയാം, ഡാഡി അവിടെ എന്തോ നടക്കണം, വാ. പറയാതെ നിൽക്കടി മോളെ നിൽക്ക് എന്ന് പറയായിരുന്നു. ബേബി ഓടിപ്പോയിരുന്നു. ഒയ്യാരി നിൽക്ക് എന്ന് ഒയ്യാരിയുടെ പറയാറ്. ഒയ്യാരി ഓടാടാ എന്ന് പറഞ്ഞ് ഓടി വന്നു ഒയ്യാരി വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വോയിസ് പാട്ട് കേൾക്കുമ്പോൾ ഒയ്യാർക്ക് വെച്ച് കണ്ടെടുക്കാൻ നോക്കായിരുന്നു. വാവ് നന്നായിട്ട് പാടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒയ്യാരി നോക്കായിരുന്നു. നോക്കായിരുന്നു. അവിടെ ഒരു ഗേൾ ഉണ്ടായിരുന്നു. ആരാ ഇത്? പോ ഡാഡി എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഡ്രസ്സ് കളിക്കായിരുന്നു. ഡ്രസ്സ് എന്താ ഇത്? താഴെ നോക്കുമ്പോൾ ഒയ്യാരി ആയിരുന്നു. ഹായ് എന്ന് പറയുന്നത്. ഹായ്, പേരെന്തോ നെയിം എന്താ പറയായിരുന്നു? ഒയ്യാരി എന്ന് പറയായിരുന്നു.